ഇനി കണ്ണൂരിലേക്ക് പോകുമ്പോൾ ദുരന്തത്തിൽ ഇന്നലെ മരിച്ച കണ്ണൂർ കുറവ സ്വദേശിയായിട്ടുള്ള അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം 8 മണിയോടുകൂടി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം 11 മണിക്കാണ് പയ്യാമ്പലത്ത് സംസ്കരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ ചേരുകയാണ്. സന്തോഷ, ഇപ്പോഴും വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അഞ്ജന, കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ വീടിന് സമീപമുള്ള കരാറിനകം ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ അനീഷ് കുമാറിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 6:45 കൂടിയാണ് അനീഷ് കുമാറിൻ്റെ മൃതദേഹം കണ്ണൂരിലേക്ക് എത്തിച്ചത്. അതിനുശേഷം കണ്ണൂരിലെ AKG ആശുപത്രി മോർച്ചറിയിലാണ് ഇന്നലെ മൃതദേഹം സൂക്ഷിച്ചത്. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് മൃതദേഹം ഈ പൊതുദർശനം നടക്കുന്ന കരാറിനകം ബാങ്ക് പരിസരത്തേക്ക് എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 10 മണിവരെയാണ് ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 10 മണിക്ക് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത് തന്നെയാണ് ഈ അനീഷ് കുമാറിൻ്റെ വീട്. അവിടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം വീട്ടിൽ ഒരുക്കും. അതിനുശേഷം പയ്യാമ്പലത്താണ് മൃതദേഹം സംസ്കരിക്കുന്നത്. 11 മണിയോടുകൂടി പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കും. 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുകയാണ് അനീഷ് കുമാർ. കഴിഞ്ഞ മാസമാണ് നാട്ടിൽ അവധിക്കെത്തി തിരിച്ചു പോയത്. ഈ അവധിക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇത്തവണ പ്രവാസം മതിയാക്കി തിരിച്ചു വരാനുള്ള തീരുമാനവുമായാണ് അനീഷ് കുമാർ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിയോഗം വലിയ ആഘാതമാണ് കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കുടുംബത്തിൽ മാത്രമല്ല, നാട്ടിലും അവധിക്കെല്ലാം വരുന്ന സമയത്ത് സജീവമായി പൊതുപ്രവർത്തനത്തിലുമെല്ലാം സജീവമാകുന്ന വ്യക്തി കൂടിയാണ് അനീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നാടിനും ഈ ഒരു വിയോഗം വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. അഞ്ജന. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അനീഷിന്റെ സംസ്കാരവും ഇന്ന് നടക്കും. 11 മണിയോടുകൂടി പയ്യാമ്പലത്തായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. എന്തായാലും 4 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. പന്തളത്തും അതോടൊപ്പം തന്നെ പുനലൂരും കൊല്ലത്തുമൊക്കെയുള്ള ആളുകളുടെ, അതോടൊപ്പം തന്നെ കണ്ണൂരിലുള്ള അനീഷിന്റെ അടക്കമുള്ള സംസ്കാരം ഇന്ന് നടക്കും. വളരെ വേദനയോടുകൂടി തന്നെയാണ് നാട് ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്.